വീട് സ്വർഗതുല്യമാകണമെന്നാണ് എല്ലാവരുടെയും വിചാരം. പലപ്പോഴും ധാരാളം ധനം കയ്യിലുണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റും, സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ പലരും കരുതും. പക്ഷേ ധനമുള്ളവരെല്ലാവരും സന്തോഷത്തിലും സംതൃപ്തിയിലുമാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയുണ്ട് ഒരുപാട് വിഷയങ്ങൾ. ധനമല്ല പലപ്പോഴും വീട്ടിലെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയെടുപ്പമാണ് പ്രധാന കാരണം. വീട്ടില് ആവശ്യത്തിനുള്ള ധനമുണ്ട്, ആവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. കാരണം അവർക്ക് ഭക്ഷണത്തിന് ഇതൊരിക്കലും മുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വീട്ടിനകത്ത് സന്തോഷത്തിന് ഒരുപാട് മുട്ടുണ്ടാകുന്നു. കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും തർക്കങ്ങൾ, വഴക്കുകൾ ഉണ്ടാകുന്നു. വീട്ടിലെപ്പോഴും അനാരോഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അതിനെ തുടർന്ന് സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായും അത് ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കാര്യത്തിലുള്ള ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നും അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. ആ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വിഷയം മാത്രം അവിടെ അവശേഷിക്കും. ഒരുപാട് പൂജ വഴിപാടുകൾ എല്ലാം ചെയ്യും. അവസാനം വഴിപാടുകളിലെല്ലാം മനസ്സ് മടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥ ഉണ്ടായ ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ വളരെ ചെറുതായ ആര് തന്നെ വിചാരിച്ചാലും അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതായ ഒരു വിഷയം. അത് ഒന്ന് പരിശീലിച്ചു നോക്കിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കലഹങ്ങളും തമ്മിൽ തല്ലും പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങളിലുള്ള വേർപെടലുകളും എല്ലാം ഒന്ന് മാർക്കിട്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. മാത്രമല്ല ധനപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള മേന്മകളും നമുക്ക് ഇതുമൂലം വന്നു ചേരുമെങ്കിൽ വളരെ നല്ലതല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയം ഒന്നായിരിക്കില്ല. പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരാൾ ബുദ്ധിമുട്ടിൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാവട്ടെ, ഒരു വലിയ ശതമാനത്തോളം ആ വിഷയങ്ങൾക്കുള്ള ഒരു കുറവ് വരുത്താൻ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയൊരു കർമ്മം കൊണ്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അന്നപൂർണേശ്വരി എന്ന് പറയുന്ന ഒരു ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. നമ്മൾ അന്നപൂർണേശ്വരിയൊക്കെ ഭജിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി അന്നപൂർണേശ്വരി മന്ത്രം ജപിക്കും, നമ്മൾ വീട്ടിലിരുന്ന് അന്നപൂർണേശ്വരി മന്ത്രം ജപിക്കും, ഇതെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തിനിടയ്ക്ക് ഈ മന്ത്രം ജപിക്കില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് തന്നെ പറയാം. ഒരു വീട്ടമ്മ, ഭർത്താവ് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ്, നല്ല സാലറി ഉണ്ട്. അദ്ദേഹം ആ സാലറി ഒന്നും അധികം ഒന്നും മോശപ്പെടുത്താതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, സുഖ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹമാണ്. മക്കളും അമ്മയുമായിട്ട് ബന്ധം മോശമാണ്. അച്ഛനുമായിട്ട് ചെറിയൊരു അടുപ്പമുണ്ട് മക്കൾക്ക്. എന്നാലും അമ്മയായിട്ട് എപ്പോഴും ഒരു കാര്യം പറഞ്ഞാൽ മറുപടി തന്നെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സ്ത്രീക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനാരോഗ്യമാണ്. അതുകൊണ്ട് ഒരുപാട് മരുന്നുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട്. അതുമൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇളയ കുട്ടിക്ക് കഫ സംബന്ധിയായിട്ടുള്ള ഒരു രോഗമുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ സ്ത്രീ പല അസ്ട്രോളജേഴ്സിനെ കണ്ടു, പലതരത്തിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവർ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ടും ഇവർക്ക് മാറ്റം വരാത്തപ്പോഴാണ് അവരുടെ യഥാർത്ഥ കാര്യം എനിക്ക് മനസ്സിലായത്. ഇവരുടെ വിഷയം അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതെ, അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന ഒരു വിഷയം. അതാണ് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ വിഷയം ഏതാണെന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞോട്ടെ, ഈ ചാനലിലൂടെയും
അല്ലാതെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഒരുപാട് ഹൈന്ദവ ആചാര സംബന്ധമായ വിഷയങ്ങൾ, മന്ത്രങ്ങൾ, മറ്ററിവുകൾ എല്ലാം ഞാൻ നൽകുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് വിശേഷ പൂജാക്രമങ്ങൾ പോലും നൽകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതിന്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉള്ള ആ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുകയും അതിലെ ഫോളോ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടേറെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾക്ക് ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ എഴുതി ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ഇവിടുത്തെ പൂജാ പദ്ധതികൾ നിങ്ങളെ തീർച്ചയായിട്ടും പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ അടുക്കളയിൽ നിന്നാണ് ഈ വിഷയം തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും അടുക്കളയിലെ വാസ്തുവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമായിരിക്കുമല്ലോ. വാസ്തുവിന് വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് വേറൊന്നാണ്. അതായത് ഈ വീട്ടമ്മ സീരിയലുകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഈ സീരിയലിന്റെ ഇടയ്ക്കാണ് ഇവരുടെ ഈ പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ അരിയൊക്കെ അടുപ്പിലിടാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മ ഒരു സീരിയൽ, സ്ഥിരമായിട്ട് കാണുന്ന ഒരു സീരിയൽ രാവിലെ TV ഓൺ ചെയ്ത് വെച്ച് അത് കണ്ടിട്ട് വന്നിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കാണ് ഈ വീട്ടമ്മ അരി അടുപ്പിലിടുന്നത്. അരി അടുപ്പിലിടുമ്പോ ഈ സീരിയലിന് എപ്പോഴും ഒരു തരം വയലൻസ് ആണ്. അപ്പൊ അതിലൊരു ദുഷ്ട കഥാപാത്രത്തെ ഇവർക്ക് ഇഷ്ടമല്ല. അവരെ ശരിയാക്കണം, അവരെ റെഡിയാക്കണം എന്നൊക്കെ ഉള്ള മനസ്സിൽ ഭയങ്കര പകയും അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഈ പാചകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ആ തെറ്റ് പറ്റിയത്. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായി കാണില്ല. അതായത് ഇവർ അരി അടുപ്പിലിടുമ്പോൾ ഒരു തരം ശാപവാക്കുകൾ, ശരിയാക്കി തരാം, അവള് മഹാമോശമാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഇവർ ഈ അരി അടുപ്പത്തിടുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ പ്രപഞ്ചമാകെ ഒരു ശക്തി ഇങ്ങനെ വിലയം ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ആ ഡോക്ടർക്ക് നല്ല കൈപ്പുണ്യമുണ്ട്, പച്ചവെള്ളം എടുത്ത് തന്നാൽ മതി അസുഖം ഭേദമാകാൻ. മറ്റൊരു ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ പറയും ആള് നല്ല പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ പൈസ കാണിച്ചു വയ്ക്കും, അസുഖങ്ങളൊന്നും മാറില്ല. ഇത് പറയുന്നതിന്റെ കാരണം നമുക്ക് ഒരു ഈശ്വരാധീന സാന്നിധ്യം അതെപ്പോഴും ഈ പ്രപഞ്ചത്തിലുണ്ട്. ചിലരുടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൈ നമ്മുടെ ദേഹത്ത് വന്നാൽ മതി, അത് തൊട്ടാൽ മതി, നമ്മുടെ അസുഖമൊക്കെ പമ്പാടക്കാൻ. അതിന് കൂടിയ മരുന്നുകളൊന്നും ആവശ്യമായിരുന്നില്ല. ഈ ഡിവൈൻ ടച്ച് ഈ പ്രകൃതിയിൽ മൊത്തത്തിലുണ്ട്. നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന, നമ്മുടെ കൈയുടെ വാസന മീൻസ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്, ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വീട്ടില് നമ്മൾ അരി അടുപ്പത്തിടുമ്പോൾ മനസ്സ് സ്വസ്ഥമായിരിക്കണം, ശാന്തമായിരിക്കണം, സംഘർഷങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കണം. നോക്കൂ, സിമ്പിളാണ് കാര്യം. നമ്മളെ മനസ്സ് അശാന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ടെൻഷനോട് കൂടിയിട്ടുള്ള ഒരു കാര്യം ചിന്തിച്ചിട്ട് നിങ്ങൾ അരി അടുപ്പിൽ ഇട്ട് അതുകൊണ്ട് ചോറ് ഉണ്ടാക്കി അത് വീട്ടിലുള്ളവർക്ക് വിളമ്പി കൊടുക്കൂ. നിങ്ങൾ ആ സമയത്ത് ഇടുന്ന സമയത്തുണ്ടായ ടെൻഷൻ മുഴുക്കയും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വ്യക്തികളിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത എന്ന് പറയുന്നത് നശിച്ചു പോയ ഇത് തന്നെ ധാരാളം. പക്ഷെ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ദൈവിക ചിന്തയോടുകൂടി അല്ലെങ്കിൽ സ്വസ്ഥമായ പുഞ്ചിരിയോടുകൂടി ഈ കയ്യിലിരിക്കുന്ന അന്നമില്ലേ, ഭക്ഷണമില്ലേ, അത് പാകം ചെയ്യാൻ ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അരി എടുപ്പത്തിട്ട് അതുകൊണ്ട് വിളമ്പി കഴിപ്പിക്കാൻ നോക്കൂ. ആ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രകൃതത്തിൽ തന്നെ വളരെ മാറ്റം വരുന്നതായിട്ട് കാണാം. അവരുടെ അസ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി വരുന്നത് കാണാം. അവരുടെ ടെൻഷൻ എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, എങ്ങനെ നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വീട്ടിൽ വളരെ സ്വസ്ഥവും സമാധാനവും ഉണ്ടായി വരുന്നതായിട്ട് കാണാം. അപ്പോ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിനൊരു മന്ത്രം വേണം. ഈ നമ്മൾ ഇടുന്നില്ലേ ഈ ഭക്ഷണം അഥവാ അന്നം, ഇത് പൂർണ്ണമാകാൻ അന്നപൂർണേശ്വരി ദേവിയുടെ സാന്നിധ്യം വേണം. അപ്പൊ നമ്മള് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് വേണം ഈ അരിയിടാൻ. ഈ അരിയിടുമ്പോ നമ്മള് ചിലർ കുളിച്ച് ശുദ്ധാവും, ചിലർ കുളിക്കാതെ, അത് സ്വാഭാവികമായിട്ടുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധ പക്ഷത്ത്
നമുക്ക് മന്ത്രം ജപിച്ച് നമുക്ക് അശുദ്ധമുണ്ടെങ്കിൽ ഭഗവതിയെ മനസ്സിലോർത്ത് അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിലോർത്ത് അരി അടുപ്പത്തിടുക എന്നാ പറയുന്നത്. ഓം ഹ്രീം അന്നപൂർണേശ്വര്യേ നമ. മന്ത്രത്തോടി ഓം ഹ്രീം അന്നപൂർണേശ്വര്യേ നമ ഈ മന്ത്രം ജപിച്ചിട്ട് അരി അടുപ്പത്തോട്ടിടുക. അടുപ്പത്തിട്ടിട്ട് അത് തിളച്ച് വെന്ത് വരുന്ന ചോറ് വീട്ടിലുള്ളവർക്ക് കൊടുക്കുക. വളരെ സ്വസ്ഥം. ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും. നമ്മുടെ വീട്ടിലുള്ള സമാധാനവും വീണ്ടും കിട്ടും. ഇനി ഇതൊന്നും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭഗവതി അന്നപൂർണേശ്വരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇടുക. ഇനി മന്ത്രത്തിലോ ഒന്നിലെ വിശ്വാസത്തിലോ നിങ്ങൾ ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ, എല്ലാവർക്കും ആരോഗ്യ സൗഖ്യങ്ങൾ കിട്ടട്ടെ, ഈ വീട്ടിലെ എപ്പോഴും നല്ല ശാന്തിയും സമാധാനവും വിളയാടട്ടെ, എല്ലാ മംഗളങ്ങളും സംഭവിക്കട്ടെ എന്നൊക്കെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി അരി അടുപ്പത്തിടും. അത് വേവിച്ച് നിങ്ങൾ കൊടുക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ടെൻഷനും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആരോടെങ്കിലുമുള്ള കലഹങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച്, പലപ്പോഴും അരി അടുപ്പത്തിടാൻ പോകുമ്പോൾ അയൽ വീട്ടിലെ വാസന്തിയോടുത്ത് തർക്കിച്ച കാര്യമായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ വഴക്ക് പറഞ്ഞ കാര്യമായിരിക്കും. ചിലപ്പോൾ അരി അടുപ്പത്തിടുന്ന ഒരു വെപ്രാളത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ശകാരിച്ച് ഫോണില് ചെവിയിൽ ഫോണൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ ഫിറ്റ് ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചിലർ അരി അടുപ്പത്തിടുന്നത്. അതൊക്കെ വെച്ച് കഴിക്കുന്ന വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് പറയാതിരിക്കുകയാണ് ഭേദം. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നന്നായിട്ട് ആചരിച്ചതായിരുന്നു. ആ വീടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം കളിയായിരുന്നു. അപ്പൊ പരസ്പര ഒരുമ, ദാമ്പത്യത്തിലെ സൗഖ്യം, കുട്ടികളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇടപഴകുക, അങ്ങനെ കുടുംബത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം, ഐശ്വര്യം ഇവയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി നിങ്ങൾ അവലംബിച്ചു നോക്കിയാൽ വളരെ നന്നായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് പണം മുടക്കൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി അറിയിക്കുക. അറിവുകൾ പലപ്പോഴും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വലിയ വലിയ നേട്ടങ്ങൾ ഇരിക്കുന്നത്. ചെറിയ ചെറിയ അറിവുകൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ജീവിതത്തിലെ വലിയ പരാജയത്തിന് കാരണവും. വലിയ പൂജാക്രമങ്ങളും മറ്റു പദ്ധതികളും ഒക്കെ ചില വിഷയങ്ങൾക്ക് വേണ്ടി വരും, അത് വേണ്ടി വരില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഇവിടെയില്ല. പക്ഷെ അതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ സമാധാനമോ സന്തോഷമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല എല്ലാവരുടെയും വീട്ടിൽ ഇപ്രകാരം ജപിച്ച് ഭക്തിയോടുകൂടി ശാന്തതയോടുകൂടി നിങ്ങളിത് നിർവഹിച്ചാൽ എത്രയെത്ര വീടുകൾ സുന്ദരമാകും, എത്രയെത്ര ഭവനങ്ങൾ സ്വർഗതുല്യമാകും എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളും ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ അയ്യർ.